നമുക്ക് ഖുർആൻ സയൻസ് എന്നുള്ള വിഷയത്തിൽ ധാരാളം ഡിബേറ്റ് നടക്കുന്ന ഒരു ഏരിയയാണ്. പലപ്പോഴും നമ്മൾ കേട്ടു കഴിഞ്ഞിട്ടുള്ള സംഗതിയായിരിക്കും, എന്താണ് ഈ ഒരു വിഷയത്തിൽ നടക്കുന്ന ഡിബേറ്റ് എന്നുള്ള ഒരു കാര്യം. ഡിബേറ്റ് മീൻസ് സംവാദങ്ങൾ നടക്കാറുണ്ട്. അതിലൊരു വാദം എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ പറയാറുള്ള ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഖുർആനെ നമ്മൾ അങ്ങനെ ശാസ്ത്രീയമായിട്ട് വ്യാഖ്യാനിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഒപ്പം തന്നെ വേറൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഖുറാനിലെ ഓരോ ആയത്തുകളും അല്ലെങ്കിൽ ഖുറാന്റെ കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ വ്യാഖ്യാനിക്കണം എന്ന് പറയുന്ന രീതിയിലും പോവാറുണ്ട്. അല്ലെങ്കിൽ ആയത്തുകളൊക്കെ ഇതിന്റെ ഉദ്ദേശം ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഠനങ്ങൾ നടത്തുന്ന ആളുകളും ഗവേഷകരും പണ്ഡിതന്മാരും എഴുത്തുകാരൊക്കെ ഉണ്ട്. എന്നാൽ അതിൽ നേരെ തിരിച്ചുള്ള അഭിപ്രായങ്ങളും ഉണ്ട്. എന്താണ് ഇതിൽ നിങ്ങൾക്കുള്ള അഭിപ്രായം? ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അയാൾക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ജസ്റ്റ് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇടുകയാണ്. എന്താണ് ഖുറാൻ സയൻസ് എന്നുള്ള വിഷയത്തിൽ നിങ്ങളുടെ ഒരു കൺസെപ്റ്റ്? അത് ചർച്ചയ്ക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, ആരാണ് ഫസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുന്നത്? ആസിയ ഹാൻഡ് റൈസ് ചെയ്താണോ? ആരാണ് ജസ്റ്റ് സംസാരിക്കുക? ആസിയ ഒന്ന് സംസാരിച്ചോളൂ. ഞാൻ പറയുന്നത് ഖുർആനിൽ ശാസ്ത്രത്തെ കുറിച്ച് പറയുന്നത് അതിന്റെ ആ ആയത്തുകളുടെ എല്ലാ അവസാനത്തിൽ നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു ഇതും കൂടെ അതിന്റെ ഇതിൽ കാണാറുണ്ട്. പക്ഷെ എന്നാലും ഈ ശാസ്ത്ര സത്യങ്ങളെ കുറിച്ച് പറയുന്നത് മനുഷ്യര് അതിനെ കുറിച്ച് കൂടി ചിന്തിക്കാനും അഫല തഅഖിലൂൻ അഫല തദക്കറുൻ എന്നൊക്കെ ഓരോന്ന് കാണാലോ നമുക്ക്. അപ്പൊ അത് രണ്ട് നിലയിലും കൂടിയാണ് എന്നാണ് എന്റെ ഒരു തോന്നല്. ഓക്കെ, കറക്റ്റ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, കാരണം നിങ്ങൾ സാധാരണക്കാരല്ല, നിങ്ങൾ ഇതൊക്കെ നിരീക്ഷിക്കുന്നവരും വാച്ച് ചെയ്യുന്നവരും പഠിക്കാൻ തൽപരരായ ആളുകളാണ്. അങ്ങനത്തെ ആളുകളെ ഇതിലുള്ളൂ. ഒരു കോർ ടീമാണ് സത്യത്തിൽ ഈ ഒരു ടീം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം. ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ മറുപടി പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മറുപടി പറയാൻ ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പഠിച്ച് മറുപടി പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വിമർശനാത്മകമായിട്ടുള്ള ചോദ്യങ്ങൾ, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിറ്റിക്കൽ തിങ്കിങ്, ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇടപെട്ട് സംസാരിക്കാം. സലാഹുദ്ദീൻ. അസ്സലാമു അലൈക്കും സ്ലാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരിക്കും. പേര്, സ്ഥലം, ജോബ്. ഓക്കെ, ഞാൻ എൻ്റെ വീട് തൃശ്ശൂർ കൊരട്ടിയാണ്, തൃശ്ശൂർ ജില്ല. ഞാൻ ഗവൺമെന്റ് സെക്ടറിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ സർ. എൻ്റെ ഒരു കാഴ്ചപ്പാടില്ലേ, നമ്മൾ പറയുന്ന ഒരു സൃഷ്ടിയെ കണ്ടാൽ സൃഷ്ടാവിനെ അറിയുക, ഒരു മേശ കണ്ടാൽ അതിന്റെ പിന്നിൽ ആശാരി ഉണ്ടെന്നും, അതുപോലെ ഒരു പ്രൊഡക്റ്റ് കണ്ടാൽ അത് സൃഷ്ടിച്ച ഒരാളോ അതിന്റെ ബാക്കിലുണ്ട് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അള്ളാഹു ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോ എന്ന് പറഞ്ഞ പോലെ തന്നെ ശാസ്ത്ര സത്യങ്ങൾ, അത് ഇന്ന സത്യം പൊതുവെ വെളിപ്പെടുന്നതിന് മുമ്പ് തന്നെ വെളിപ്പെടുത്തുമ്പോൾ ആ സത്യത്തിനെ അടിസ്ഥാനമാക്കി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു സ്രഷ്ടാവിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുക എന്നതാണ് ശാസ്ത്ര ഇതും. അല്ലാതെ ഒരു ശാസ്ത്ര ഗ്രന്ഥമായിട്ടല്ല ഖുർആനെ ഒരിക്കലും പരിചയപ്പെടുത്തുന്നത്. ഇത്തരം കാര്യങ്ങളിലൂടെ സ്രഷ്ടാവിനെ അറിയുക, സ്രഷ്ടാവ് ഉണ്ടെന്ന് ബോധ്യപ്പെടുക. നിങ്ങൾ ചിന്തിക്കുക, രണ്ട് ഗ്രന്ഥങ്ങളാണല്ലോ, ഒന്ന് ഖുർആനും രണ്ട് പ്രകൃതിയും. അപ്പൊ ഈ രണ്ടിനെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഇത്തരം ആശയങ്ങൾ, സൃഷ്ടികളെ കണ്ടുകൊണ്ട് സൃഷ്ടാവിനെ അറിയുക എന്ന അടിസ്ഥാനത്തിലായിരിക്കണം ശാസ്ത്ര സത്യങ്ങൾ ഖുർആനിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ ഒന്നിനും തീർപ്പ് പറയുന്നില്ല, നിങ്ങളെ ഓപ്പൺ ടൈമാണ്, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. ഷാഹിന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സാധാരണക്കാരായ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരിക്കും. ഞാൻ ഷാഹിന, ഞാൻ വേങ്ങരയാണ്, മലപ്പുറം ജില്ലയിലെ വേങ്ങര. നമ്മള് സാധാരണക്കാരായ സ്ത്രീകളായാലും പുരുഷന്മാരായാലും സാധാരണക്കാരായാലും ഒരു ഖുർആൻ ഓതുന്ന ഒരു വ്യക്തിക്ക് ഇപ്പൊ ശാസ്ത്രീയ സത്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ഇതുപോലെ സാറ് 3 ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ശാസ്ത്രീയ വശം കൂടി മനസ്സിലാക്കുമ്പോൾ ഖുർആനെ ഒന്നും കൂടി ആഴത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്.
കാരണം നമ്മളൊരു ഖുർആൻ ഓതി പോകുന്ന ഒരു വ്യക്തി അത് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത്രയും ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇപ്പൊ നമ്മളെ കണ്ണിനെ പറ്റി സംസാരിച്ചു. ആ കണ്ണിന്റെ ക്ലാസ് എടുത്ത സാറ് എത്രത്തോളം ആ കണ്ണിനെ പറ്റി നമുക്ക് വിശദീകരിച്ച് തരുമ്പോൾ ആ കണ്ണിന് പടച്ചോൻ തന്ന അനുഗ്രഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ ആ കണ്ണിന്റെ ആ കാഴ്ചയിലേക്ക് നമ്മൾ പോകുന്നത് അതുകൊണ്ടാണ്. ആ ശാസ്ത്രത്തിനെയും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ്. എത്രത്തോളം നമ്മളെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ 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 വളരെ കറക്റ്റ് ആണ്. കാരണം നമുക്ക് പിന്നെ ശാസ്ത്രം എന്ന് പറയുന്നത് പടച്ചോൻ നൽകുന്ന അറിവ് തന്നെയാണ്. മനുഷ്യരിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്ന അറിവാണ്. ഒരുപക്ഷെ കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ള സാങ്കേതിക വിദ്യ കൊണ്ട് കിട്ടിയ അറിവല്ല പുതിയ കാലത്ത് ഉണ്ടാകുക. ഇന്നത്തെ അറിവ് ആവൂല അടുത്ത ഒരു 10 കൊല്ലോ 20 കൊല്ലോ 50 കൊല്ലോ കഴിഞ്ഞിട്ടുണ്ടാകുക. അപ്പൊ നിലനിൽക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് പടച്ചോൻ തന്നെ നൽകുന്നതാണ് ശാസ്ത്രം, അല്ലെങ്കിൽ ശാസ്ത്രീയമായ അറിവുകൾ എന്നുള്ളത്. തെറ്റിണ്ടാവാൻ ശരിയുണ്ട്, അത് മറ്റൊരു വിഷയം. പക്ഷെ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കാതെ പോവേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് അതിലെ ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മളോട് പറയുന്നുണ്ട്, ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ചിന്തിക്കുവേൻ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആ ചിന്തിക്കുമ്പോഴും അത്ര ആഴത്തിലേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാത്തതുകൊണ്ടാണ്. അതായത് ചിന്തക്ക് ഒരു പ്രോസസ് ഉണ്ട്. നമ്മൾ ഒരു ബ്ലാങ്ക് ആയിട്ട് ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കില്ല. അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ പിന്നെ അറിവ്, നമ്മുടെ നിരീക്ഷണം, അത്തരം അറിവും നിരീക്ഷണങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് രൂപപ്പെടുന്നത്. അല്ലാതെ ഒരു സംഗതിയെ കുറിച്ച് ഒട്ടും അറിയാതെ നമ്മൾ ശൂന്യതയിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു സ്ഥാനത്തിലേക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോ അറിവും നോളജും അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസും എല്ലാം ചേർന്നിട്ടാണ് നമ്മൾ ഒരു ചിന്തയിലേക്ക് വരുന്നത്. ഇപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സയൻസ് പഠിക്കും. ഞാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്, സിസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ്. അപ്പൊ മനുഷ്യന്റെ ഓരോ അവയവത്തിനെ പറ്റി പറയുമ്പോഴും അതിന് എത്രത്തോളം അനുഗ്രഹങ്ങൾ നമ്മൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ശാസ്ത്രത്തിലൂടെ പോകുമ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കാനും കഴിയുന്നത് അതുകൊണ്ടാണ്. ശാസ്ത്രത്തിന്റെ ആവശ്യം കൂടി നോക്കുമ്പോഴാണ് അത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നത്. അള്ളാഹ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിലും നമ്മുടെ ശരീരത്തിലും ചുറ്റുപാടും ഒക്കെ ഉള്ളത്. അപ്പോൾ അതിന് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം ചില കേസിൽ നമുക്കൊരു ശാസ്ത്രീയമായ എക്സ്പ്ലനേഷൻ വളരെ ആവശ്യമായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഉപ്പ് ഉള്ള വെള്ളവും ശുദ്ധമായ വെള്ളവും കലരാതെ കടലിൻ്റെ അടിയിൽ പോകുന്നതും അതേപോലെ കടലിൻ്റെ ആഴങ്ങളിലുള്ള ഇരുട്ടും ഒക്കെ പറയുമ്പം അതിന് ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അതേസമയം ചിലപ്പോൾ കാണുന്ന ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചില മിറാക്കിൾസ് മുജിസകളൊക്കെ ഉള്ള കാര്യങ്ങളെ നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നത് അത് അത്ര ശരിയല്ല എന്നാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം മൂസ നബി കടൽ വളർത്തിയതും അപ്പോൾ അത് ഇപ്പം സുനാമി വന്നിട്ടാണെന്നോ അങ്ങനെയൊക്കെ കുറച്ചധികം കടന്നു ചിന്തിക്കുന്ന അത്രയൊക്കെ നമുക്ക് അങ്ങോട്ട് പോകണ്ട. അപ്പം അള്ളാഹിൻ്റെ കഴിവിൽ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമില്ല. സയന്റിഫിക് എക്സ്പ്ലനേഷൻ അവിടെ ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരു എക്സ്പ്ലനേഷൻ അന്വേഷിക്കാം. അതേസമയം അതിനും ചില പരിമിതികളുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കറക്റ്റാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഖുർആനില് പിന്നെ രണ്ട് രീതിയിൽ നമ്മൾ ഇതിനിങ്ങനെ വിശദീകരിച്ച് എല്ലാത്തിനെയും സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് തട്ടിച്ചിട്ട് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ള ഒരു ചിന്ത പാടെ ഒഴിവാക്കണം. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന് നൽകിയ പരിമിതമായ അറിവിന്റെ ഒരു റിഫ്ലക്ഷനും മനുഷ്യന് കൊടുത്ത പരിമിതമായ വളരെ തുച്ഛമായ അറിവിന്റെ ചെറിയൊരു അംശം മാത്രമാണ് ശാസ്ത്രം. അപ്പോൾ ഈ ശാസ്ത്രത്തെ നമുക്ക് ഒരിക്കലും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും മോചിതത്വമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഇതിലൊക്കെ ഒപ്പിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതൊരു അട്ടർ ഫുളിഷ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. മനസ്സിലായല്ലോ? അതായത് അതിനെ ആ ഒരു സംഭവമായിട്ട് തന്നെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. മോചിതത്വപരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ചില കാറ്റഗറിപ്പെട്ട കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് അന്ത്യനാളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ, ഇതിനെല്ലാം നമ്മൾ സയന്റിഫിക്കലി കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം സയൻസ് എന്ന് പറയുന്ന ഈ കാര്യകാരണ സംഗീതമുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നതും പടച്ചവന്റെ ഒരു സ്ട്രക്ചർ മാത്രമാണ്. അതിനും പടച്ചവന് പൊളിക്കാം. മനസ്സിലായല്ലോ? അപ്പൊ പരലോകത്തിന്റെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അന്ത്യനാളിൽ ഈ ഒരു സ്ട്രക്ചറിൽ ആയിക്കോളുന്നില്ല കാര്യങ്ങൾ പോകുന്നത്. സയൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോളജ് ആണ്. അപ്പൊ ഈ സ്ട്രക്ചേർഡ് ആയ നോളജ് കൃത്യമായിട്ട് പോകുമ്പോൾ മാത്രമേ അതിന്റെ കാര്യങ്ങളെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് ദൈവികമായിട്ടുള്ള പല കാര്യങ്ങളെ നമ്മൾ ഇതിനെ കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് ഒപ്പിച്ച് വെക്കേണ്ട ഒരു ആവശ്യമില്ല. അത് തന്നെ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പോൾ അതിൽപ്പെട്ടതാണ് മോചിതത്വങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ. ഏത് പ്രവാചകന്മാരാണെങ്കിലും അവരുടെ മോചിതത്തിനെ നമ്മൾ ഇതിനുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്ത് ചെയ്യണമെന്നില്ല. അതല്ലാതെ തന്നെ അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും വിശ്വാസികൾക്ക് കഴിയും. മനസ്സിലായല്ലോ?
അപ്പോൾ ഇതിന്റെ ഒരു അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാത്തിനെയും സയന്റിഫിക്കലായിട്ട് വ്യാഖ്യാനിക്കുക, അങ്ങനെ വ്യാഖ്യാനിച്ചാൽ മാത്രമേ അതിന്റെ ഒരു വിശദീകരണം തൃപ്തമാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് വിശദീകരിച്ചിട്ടില്ലെങ്കിൽ അതിൽ എന്തോ ഒരു കുറവുണ്ട് എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ശാസ്ത്രം മാറി അടുത്തൊരു ഇത് വരുമ്പോൾ ഈ ഒരു ആയത്തിന്റെ വിശദീകരണം പാളിപ്പോവും. അപ്പൊ അത്തരത്തിലുള്ള കടന്ന കൈ ഒരുപക്ഷെ ഈ ഒരു ഇതിൽ സ്വീകരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് അതിൽ കറക്റ്റ്. എൻ്റെ പേര് നൗഷീന, ഞാൻ ഫിസിക്സ് ടീച്ചറാണ്. എനിക്കും പറയാനുള്ള കാര്യം അത് തന്നെയാണ്. ശരിക്കും ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരുത്തപ്പെടുന്ന ഒരു സംഭവമാണ്. കാരണം പുതിയ സിദ്ധാന്തങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ, അതിലെ നിയമങ്ങളും കാര്യങ്ങളും തിരുത്തപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അന്നും ഇന്നും എന്നും ഒരുപോലുള്ള ഒരിക്കലും തിരുത്തപ്പെടാത്തൊരു സംഭവമാണ്. അപ്പൊ ശരിക്കും ശാസ്ത്രത്തിനെയും ഖുർആനെയും ശരിക്കും ഖുർആൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ശാസ്ത്രീയമായ ഗ്രന്ഥമല്ലല്ലോ. അത് നമ്മളെ ശരിയും തെറ്റുകളെ കുറിച്ചും അല്ലെ നമ്മളെ ഉന്നമനത്തിന് അല്ലെ ആത്മീയ ഉന്നമനത്തിനെ കുറിച്ചും ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചും ആണ് അതിൽ മുൻഗണന ഉള്ളത്. പിന്നെ നമ്മൾ ജീവിക്കുന്ന ഈ യൂണിവേഴ്സിലേക്ക് അല്ലെ അള്ളാന്റെ സൃഷ്ടിയിലേക്ക് നമ്മൾക്ക് ചിന്ത വേണം, അതിലേക്ക് ആഴത്തിൽ ഇറങ്ങണം എന്നുള്ളൊരു സൂചനകളായിട്ട് ചില സ്ഥലത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ ചിന്തിക്കാനും അതിലൂടെ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ പല സ്ഥലത്തും ഞാനും കേട്ടിട്ടുണ്ട്, എല്ലാം ഖുർആനിലേക്ക് നോക്കൂ, ഖുർആനിൽ അങ്ങനെ പറയാം, ശാസ്ത്രത്തിൽ എന്ത് പറയുന്നതും അത് ഖുർആനിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റി കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ലോകത്തുള്ള എല്ലാ കാര്യത്തിലെ കുറിച്ചും ഖുർആനിൽ തെളിവായിട്ട് എന്ന് പറയാൻ കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഖുർആനിൽ പറഞ്ഞത് അത് അതേപോലെ വിശ്വസിക്കാന്നല്ലാതെ അതിന് ശാസ്ത്രത്തിന്റെ തെളിവും തേടി നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ എവിടെയും എത്തൂല എന്നാണ് എന്റെ അഭിപ്രായം. ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റി കൊടുക്കണം, പല ആൾക്കാരിലുള്ള തെറ്റിദ്ധാരണ നമ്മൾ മാറ്റി കൊടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ, അതായത് പിന്നെ ആ ഒരു ഇത്തരം വിഷയത്തിലുള്ള ക്ലാരിറ്റി കിട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഉദ്ദേശം. അതായത് ഇത്തരം വിഷയത്തിൽ ആളുകൾ ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുന്ന ആളുകളുണ്ട്. അതോടൊപ്പം യഥാർത്ഥത്തിൽ എന്താണ് നടക്കേണ്ടത് എന്നതും നമ്മൾ ഇതിൽ പഠിക്കേണ്ടതാണ്. കാരണം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു മേഖലയെ പാടെ അവഗണിക്കുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഖുർആന്റെ ഒരു 6-1 പാർട്ട് എന്ന് പറയുന്നത് പ്രാപഞ്ച ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കും വേണം. അപ്പൊ രണ്ടും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമായിട്ട് നമ്മൾ ആ ഒരു ഏരിയയെ പൂർണ്ണമായിട്ടും നെഗ്ലക്ട് ചെയ്യാനും നമുക്ക് പറ്റില്ല. അപ്പോൾ ഈ രണ്ട് കാര്യവും ഇതിൽ ക്ലാരിറ്റി വരിക എന്നത് തന്നെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കുറച്ചും കൂടി ഡീപ്പ് ലെവലിലേക്ക് സബ്ജക്ട് ബേസ് ചെയ്തിട്ട് ഇനി ഓരോ ബ്രാഞ്ചുകളെ തന്നെ തിരിച്ചുകൊണ്ട്, ഇപ്പൊ ഉദാഹരണമായിട്ട് ആസ്ട്രോണമി, സുവോളജി, ബോട്ടണി, ഇങ്ങനെ ഓരോ നമുക്ക് പഠിക്കാനും ചിന്തിക്കാനും ആവശ്യമായിട്ടുള്ള ഓരോ ബ്രാഞ്ചുകളെ സെപ്പറേറ്റ് തിരിച്ചുകൊണ്ട് തന്നെ അതിന്റെ നെക്സ്റ്റ് ലെവൽ കോഴ്സുകളാണ് ഇനി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി പിന്നെ സജീവമായിട്ട് ഇറങ്ങുകയും ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുകയും ആളുകളെ അതിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ലെവലിൽ കാണുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വെച്ചാൽ ആ ഒരു വിഷയത്തിൽ ഡീപ്പായിട്ട് നോളജ് ഉണ്ടാകുക മാത്രമല്ല, നമ്മളെ തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾ ക്ലാസ് എടുക്കാനും മറ്റുമുള്ള ട്രെയിനിങ് പ്ലാറ്റ്ഫോമും കൂടി ആയിട്ട് ഇതിനെ മാറ്റണം. പറ്റുമെങ്കിൽ ഓഫ്ലൈനിൽ കൂടി മാസത്തിൽ ഒരിക്കൽ സംഗമിച്ചുകൊണ്ട് വിഷയത്തിൽ എന്താണ് പറയാ നോളജബിൾ ആക്കുക എന്നുള്ളതും കൂടി ഇതിന്റെ ഒരു ഉദ്ദേശമാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കുക. ഒപ്പം തന്നെ നമ്മൾ ഇതിന്റെ ഒരു ലൈവ് സെഷൻ, ഫ്രീ സെഷൻസും നമ്മൾ സമാന്തരമായിട്ട് ചെയ്യാനാണ് പ്ലാൻ ഉള്ളത്. നേരത്തെ നമ്മളൊരു 6 ബാച്ച് നേരത്തെ കഴിഞ്ഞതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 7ാമത്തെ ബാച്ചാണ് നമ്മൾ പുതിയ രീതിയിൽ പുതിയ മെത്തേഡുകൾ കൂടി യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കാണുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുന്ന ആളുകളെ ആ ഒരു LMSന്റെ ഭാഗമാക്കി മാറ്റുകയും അവർക്ക് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകളും നോട്ട്സുകളും മറ്റും അതിൽ നിന്ന് പഠിക്കുകയും അങ്ങനെ അത് എക്സാമൊക്കെ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പിന്നെ ക്വിസൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഒരു കോഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് ഇത് മാറും. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനും ഒപ്പം തന്നെ നമുക്ക് ഇതിലെ ഒരു പിന്നെ ചില വിഷയങ്ങളിലുള്ള ഒരു ക്ലാസ്സിന്റെ തുടക്കം എന്ന നിലക്കാണ് നമ്മളിപ്പോ ലൈവ് സെഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇതിന്റെ കുറച്ചും കൂടി
ഡെപ്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന രീതിയിൽ ചെയ്യാം എന്നാണ് പ്ലാൻ. ഓക്കെ.